പൊക്കാളി കൃഷിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി കൃഷിവകുപ്പ് മുൻകൈയെടുത്ത് 10 കോടി അനുവദിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. അടുത്ത സാമ്പത്തിക വർഷം തുക അനുവദിക്കും. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, പൊക്കാളി നിലവികസന ഏജൻസി എന്നിവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കരകം 2025 പൊക്കാളി ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പൊക്കാളി കൃഷിയുടെ വളർച്ചയ്ക്കായി അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം വില ലഭ്യമാക്കുന്നതിലും ശ്രദ്ധ വേണം. ഉൽപ്പാദന ചെലവിൻ്റെ 50% കർഷകന് ലഭ്യമാക്കണം. എല്ലാ മേഖലയിലും ഉൽപ്പാദനത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് ഉൽപ്പാദിപ്പിച്ചവരാണ്. എന്നാൽ ഉൽപ്പാദിപ്പിച്ചതിൻ്റെ വില നിശ്ചയിക്കുവാൻ അവകാശമില്ലാത്ത ഒരാൾ കർഷകനാണ്. ഉൽപ്പാദന ചെലവ് പകുതിയെങ്കിലും ലഭ്യമായാൽ മാത്രമേ കർഷകനും നിലനിൽക്കുവാൻ സാധിക്കൂ. കൃഷി വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും എല്ലാവരും യോജിച്ച് കർഷകന് കൃത്യമായ വില ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മികച്ച ജില്ലാ കളക്ടർക്കുള്ള റവന്യൂ പുരസ്കാരം കരസ്ഥമാക്കിയ ജില്ലാ കളക്ടർ NSK ഉമേഷിനെയും വിവിധ കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. ശില്പശാലയോടനുബന്ധിച്ച് പൊക്കാളി കൃഷിയുടെ ആവശ്യകതയും പ്രതിസന്ധികളും, പൊക്കാളി കൃഷി പുനരുദ്ധാരണം, പൊക്കാളി കൃഷി മേഖലയിലെ യന്ത്രവൽക്കരണം, പൊക്കാളി കൃഷി കർഷക സംവാദം എന്നീ വിഷയങ്ങൾ സംബന്ധിച്ച സെമിനാറുകളും സംവാദങ്ങളും സംഘടിപ്പിച്ചു. കുഴിപ്പള്ളി സഹകരണ നിലയം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ KN ഉണ്ണികൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, സിനിമാ താരം സലീം കുമാർ, ജില്ലാ കളക്ടർ NSK ഉമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉൽപാദന ചെലവിനേക്കാൾ കൂടുതൽ കിട്ടണം. എത്ര കൂടുതൽ കിട്ടണം? ഏറ്റവും കുറഞ്ഞത് കർഷകന് ലാഭകരമായി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 50% കൂടുതൽ കിട്ടണം. ഈ കൃഷിക്കാർക്ക് ഇപ്പോൾ എല്ലാം ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാം എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നവരാണ്. ഞാൻ കാണുന്നുണ്ട് മിക്കവാറും എല്ലാ തവണയും ഇതേ മോഡലുള്ള ഡ്രസ്സാണ് ശ്രീ സലീം കുമാർ ധരിക്കുന്നത്. അതിമനോഹരമായ ഷർട്ട് നമ്മുടെ ജില്ലാ കളക്ടർ കൊണ്ട് അവാർഡ് കിട്ടിയതിൻ്റെ പുറത്തല്ല, അല്ലാതെ തന്നെ എല്ലാം ഇവർ കടകളിൽ നിന്ന് വാങ്ങിച്ചാണ്. ഞാനും വാങ്ങിച്ചാണ്. ഈ കടയിൽ ചെന്നിട്ട് ഇത്ര രൂപയ്ക്ക് തരുമോ എന്ന് ശ്രീ സലീം കുമാർ ചോദിച്ചിട്ടില്ല, ശ്രീ ഉണ്ണികൃഷ്ണൻ ചോദിച്ചിട്ടില്ല, മനോജ് മൂത്തടൻ ചോദിച്ചിട്ടില്ല, പ്രസാദും ചോദിച്ചിട്ടില്ല, ഉമേഷും ചോദിച്ചിട്ടില്ല. ഈ സാരി ഇത്ര രൂപയ്ക്ക് തരുമോ എന്ന് കമലാ സദാനന്ദനും ചോദിച്ചിട്ടില്ല. അവർ പറഞ്ഞ വിലയ്ക്ക് നമ്മൾ വാങ്ങിക്കുകയാണ്. എവിടെയും അങ്ങനെയാണ്. ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് ഉൽപ്പാദിപ്പിച്ചവരാണ്. ഈ മൈക്രോഫോൺ ആയാലും, ഈ വിളക്കായാലും, ഈ പറയായാലും, ഈ ഗ്ലാസ് ആയാലും, നമ്മുടെ മൊബൈൽ ഫോൺ ആയാലും, കണ്ണടയായാലും, വാച്ചായാലും, ചെരുപ്പായാലും എല്ലാത്തിൻ്റെയും വില നിശ്ചയിച്ചത് അത് ഉൽപ്പാദിപ്പിച്ചവരാണ്. എവിടെയും, ലോകത്തെവിടെയും അങ്ങനെയാണ്. പക്ഷേ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് വില നിശ്ചയിക്കാൻ അവകാശമില്ലാത്ത ഒരു കൂട്ടർ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. അവൻ്റെ പേരാണ് കർഷകൻ എന്നുള്ളത്. അവർക്ക് മാത്രം ഈ അവകാശമില്ല. നമ്മൾ ചോദിക്കും, ഉടുപ്പിൻ്റെ വില പറയൂല, ഇത്ര രൂപയ്ക്ക് തരുമോ എന്ന് നമ്മൾ ചോദിക്കില്ല. പക്ഷേ നമ്മൾ ചോദിക്കും, ഇത്ര രൂപയ്ക്ക് കൊടുക്കുന്നോ എന്ന് നമ്മൾ ചോദിക്കും. ഇതാണ് നമ്മുടെ ഒരു ദുരന്തം എന്ന് പറയുന്നത്. ഇത് മാറാതെ നമുക്ക് ഒരു രക്ഷയും ഇല്ല എന്നുള്ള ഇടത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു 50% ഉൽപ്പാദന ചെലവിനേക്കാൾ വർധന ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കർഷകന് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ കണക്കാക്കിയാൽ ഒരു 68 രൂപയെങ്കിലും മിനിമത്തിൽ കിട്ടേണ്ടതായിട്ട്